ഇവിടെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം അണപൊട്ടുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലതരത്തിലാണ് പ്രതിഷേധിക്കുന്നത് ആളുകൾ. സംയമനം പാലിക്കും. നിങ്ങളും പലതരത്തിൽ ആളുകൾ ഇങ്ങനെ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. മന്ത്രി ഇപ്പോൾ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ആ സർവകക്ഷി യോഗം ചേരുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ആ ഭാഗത്താണ്. അവിടുത്തെ ഓഫീസിലാണ്, ഗസ്റ്റ് ഹൗസിലാണ് ഈ യോഗം ചേരുന്നത്. അതിൽ എല്ലാവരെയും കൗൺസിലർ ഒപ്പം തന്നെ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഇവരെല്ലാം വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യോഗത്തിന് ശേഷം മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം അതുണ്ടാകും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ പ്രിയദർശിനി ഗേറ്റിന് മുന്നിൽ വലിയ അളവിലുള്ളൊരു സംഘർഷ സാഹചര്യം അത് നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ ഈ ഭാഗത്തേക്ക് ആളുകൾ ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നുണ്ട്. പോലീസ്, വലിയ രീതിയിലുള്ള പോലീസിന്റെ ഒരു വിന്യാസം നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് പോലീസ്, മറുഭാഗത്ത് നാട്ടുകാർ, അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം അതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രതിഷേധം കനപ്പെടുന്നു. ആ കനപ്പെടുന്ന ഘട്ടത്തിൽ അത് കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് വഴിമാറുന്നു. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. മന്ത്രി ഈ ഗസ്റ്റ് ഹൗസിനകത്തേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. വാഹനങ്ങൾ ഇതിനു മുന്നിൽ തടയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കർഫ്യൂ ഉൾപ്പെടെയുള്ള ഇതുണ്ട്. പക്ഷേ ആ പശ്ചാത്തലത്തിൽ പോലും ആളുകൾ ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധത്തിനാക്കം കൂടുകയുമാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നിൽ, അതായത് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഗേറ്റിന് മുന്നിലാണ് ഇങ്ങനെ ഒരു തരത്തിൽ സംഘർഷഭരിതമായ ആ ഒരു അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തർക്കമുണ്ട്, പോലീസുകാരുമായി തർക്കമുണ്ട്. ആ തർക്കം കൂടി വരുന്നു. അതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ 2 ദിവസത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ എന്തുകൊണ്ട് പഞ്ചാരക്കൊല്ലിയിൽ എത്തുന്നില്ല? കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടുകാരെ, കുടുംബത്തെ എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ദിവസവും കണ്ടത്. മന്ത്രി എവിടെയായിരുന്നു? അതിനിടെ മന്ത്രി ഒരു ഫാഷൻ ഷോയിൽ ഉൾപ്പെടെ പങ്കെടുത്തതും വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ് പഞ്ചാരക്കൊല്ലിയിൽ മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ.